ചോദ്യം തന്നെയാണ്. അതായത് ഈ മഴയുണ്ടാകുമ്പോൾ സ്വാഭാവികമായും പനിയുടെ ഒരു കാര്യം കൂടി ചോദിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് പനി രൂക്ഷമാകുന്നു എന്നുള്ളൊരു വാർത്ത കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്, അങ്ങനെ ഒരു റിപ്പോർട്ട് കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യം എങ്ങനെയാണ്? അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ബിനോയ്? ഭദ്ര, കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യ വകുപ്പ് നൽകിയ മുന്നറിയിപ്പിൽ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ജൂലൈ മാസത്തിൻ്റെ ആദ്യ 2 വാരങ്ങളിൽ ഡെങ്കിപ്പനി ബാധിതരുടെയും ഒപ്പം എലിപ്പനി ബാധിതരുടെ എണ്ണം കൂടാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ പനി ബാധിതരുടെ എണ്ണം അവർ പറഞ്ഞ അതേപോലെ തന്നെ വർദ്ധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായി പനി ബാധിതരുടെ എണ്ണം 10,000-ന് മുകളിലാണ്. അതുപോലെ തന്നെ എല്ലാ ജില്ലകളിലും ഈ ഡെങ്കിപ്പനിയുടെ ഹോട്ട്സ്പോട്ടുകളുണ്ട് എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. അതായത് ഇതുവരെ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് 138 ഹോട്ട്സ്പോട്ടുകൾ, അതായത് ഡെങ്കിപ്പനി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന 138 പ്രദേശങ്ങളാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിലായി ഉള്ളത്. അത്തരം ജില്ലകളിൽ ആരോഗ്യവകുപ്പ് അത്തരം സ്ഥലങ്ങളിലും ആ ജില്ലകളിലുമൊക്കെ ആരോഗ്യവകുപ്പ് കർശനമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കാരണം ഇനി ഇത് കൂടുതൽ ആളുകളിലേക്ക് പകരാതിരിക്കുന്നതിന് വേണ്ടി പ്രധാനമായും കൊതുക് നശീകരണം, ഒപ്പം അവിടുത്തെ മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് എല്ലാ ദിവസവും 10,000-ന് മുകളിലാണ് പനിബാധിതരുടെ എണ്ണം. ഈ 2 ആഴ്ച കൂടി ഇത്തരത്തിൽ പനിബാധിതരുടെ എണ്ണം തുടരും എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. മാത്രമല്ല 2017 ശേഷം ആദ്യമായാണ് ഡെങ്കിപ്പനി ഇത്രയും ആളുകളിലേക്ക് വളരെ വേഗത്തിൽ പടരുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ എല്ലാ ആശുപത്രികളിലും ഡെങ്കിപ്പനി ബാധിതർക്ക് കിടത്തി ചികിത്സയ്ക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം മറ്റൊരു കാര്യം പറയുന്നത് എലിപ്പനി ബാധയാണ്. എലിപ്പനി ബാധ അനുഭവപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ ജോലിയെടുക്കുകയാണെങ്കിൽ കൃത്യമായും അത് എലിപ്പനി പടരാത്ത രീതിയിൽ തന്നെ പ്രതിരോധ മാർഗങ്ങൾ ഉപയോഗിക്കണം എന്നൊരു ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും മഴ ആയതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും വൃത്തിയാക്കുന്നതിന് വേണ്ടി തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ പോകുന്നുണ്ട്. അവർ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും മരുന്നും ഒപ്പം ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുവാൻ കർശന നടപടി സ്വീകരിച്ചായി ആരോഗ്യവകുപ്പ് മന്ത്രിയും അറിയിച്ചിട്ടുണ്ട്. ഭദ്ര, വ്യക്തമാണ്.